അടി അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. ലോകത്തിലെ ഏറ്റവും വലിയ പൈസക്കാരനും ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രസിഡന്റ് ആണെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് പൊരിഞ്ഞടി. നിങ്ങൾ പൊളിറ്റിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ വേൾഡ് കപ്പ് ഫൈനൽ ഹാപ്പനിങ് കൈൻഡ് ഓഫ് എൻ ഇവന്റ്. ഇത്ര കാലം അമ്മാതിരി ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും. അതുകൂടെ ആലോചിക്കണം. അപ്പൊ എന്താണ് സംഭവിച്ചത്, ഇപ്പൊ എന്താ പെട്ടെന്ന് അടിച്ചു പിരിയാനുള്ള കാരണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ ഇലോൺ മസ്ക് $250 മില്യൺ ചെലവാക്കിയിട്ടുണ്ട് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക്. അപ്പൊ അതിന്റെയൊക്കെ നന്ദി ഡൊണാൾഡ് ട്രംപ് ജയിച്ച് കഴിഞ്ഞിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇലോൺ മസ്കിന്. മസ്കിന്റെ കാറിന് ഒരു ഇഷ്യൂ വന്നപ്പോൾ കാർ സെയിൽസ്മാന്റെ ജോലി വരെ ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും കട്ട ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും തമ്മിൽ. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോൺ മസ്കിന് ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഇല്ല, പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുത്തു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട്, അതായത് എക്സസ് ഇങ്ങനെ ഒരുപാട് ബഡ്ജറ്റ് അനാവശ്യമായിട്ട് ചെലവാക്കുന്നതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മസ്ക് എന്ത് വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് പരിപാടിയൊക്കെ ഒരു ദിവസം കൊണ്ട് വന്ന് കട്ട് ചെയ്ത് എല്ലാം ശരിയാക്കി കളയാന്ന് വിചാരിച്ചു. ഈ ഗവൺമെൻറ് ബ്യൂറോക്രസിനെ കുറിച്ച് ഇത്ര ഐഡിയ ഇല്ലാത്ത ആളാണോ ഇലോൺ മസ്ക് എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഈ ഗവൺമെൻറ്റിലെ ആൾക്കാരെയൊക്കെ പിരിച്ചുവിടുന്നതും ഈ ഫണ്ടിങ് കട്ട് ചെയ്യുന്നതൊക്കെ അത്ര എളുപ്പമാണെന്നാണ് ഇയാൾ വിചാരിച്ചിരിക്കുന്നത്. പുള്ളി എന്ത് ചെയ്താലും അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ഓരോ നിയമങ്ങളും കോടതിയും എല്ലാം വന്നു. ഫുൾ അലമ്പായത്. $1 ട്രില്യൺ സേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഒന്നും സേവ് ചെയ്യാൻ പറ്റിയില്ല. BBC ഒക്കെ പറയുന്നത് 70 ബില്യൺ സേവ് ചെയ്തു, പുള്ളി പറയുന്നത് 150 ബില്യൺ സേവ് ചെയ്തു എന്നാണ്. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ നൈസായിട്ട് ഒഴിവാക്കി. അതായത് ഡോജിന്ന് പുള്ളി ഇപ്പൊ ഇല്ല. പുള്ളി ഇപ്പോ ഇനി ഞാൻ എന്റെ കാർ കമ്പനി നോക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് ഇറങ്ങിയപ്പോ തൊട്ട് വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. പുള്ളി ഹൈ ഓൺ കെറ്റമീനാണ്. പുള്ളി ട്വീക്ക് എന്ന പല വീഡിയോസും ഇന്റർവ്യൂവിലും വേറൊരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇതെന്തോ പണിക്കുള്ളതാണ്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ഹൈ ആയി കഴിഞ്ഞാൽ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാറുണ്ട്. അതുപോലെ സംഭവിച്ചു. ട്രംപിന്റെ ഒരു ബില്ലുണ്ട്, ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് എന്നൊക്കെയാണ് പുള്ളി അതിനെ വിളിക്കുന്നത്. ആ ബില്ല് അവിടുത്തെ കോൺഗ്രസിൽ അവതരിപ്പിക്കുകയും ചെയ്തു, അതൊക്കെ പാസ്സാവുകയും ചെയ്തു. ഈ ബില്ല് കാരണം ഈ ഡെപ്റ്റ്, ഈ ഒരു കടം ഉണ്ടല്ലോ, ആ കടം ഈ കൂടും എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. പിന്നെ തുടങ്ങി അങ്ങോട്ട് ഞാൻ കാരണമാണ് നിങ്ങൾ ജയിച്ചത്, ഞാൻ പറയുന്നത് കേക്ക്, ഇത് ബില്ല് പാസ്സാക്കരുത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. എൻ്റെ 250 മില്യൺ താടാ, നീയല്ലേ അത് പറഞ്ഞിട്ടല്ലേ നീ എൻ്റെ പൈസ വായിച്ച് നിങ്ങൾ ജയിച്ചത്, അതിങ്ങോട്ട് താന്നായി ഇപ്പോൾ. അപ്പം ട്രംപ് വന്നിട്ട് പറഞ്ഞു ഈ ബില്ലിനെ കുറിച്ചും ഈ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇലോൺ മസ്ക് നേരത്തെ അറിയാം, ഇപ്പം എന്തൊക്കെയോ ഇയാൾ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് നടത്തി. അത് ഇലോൺ മസ്കിനെ ഒന്നുകൂടി ചൂടാക്കി. ഈ ബില്ല് ഞാൻ കണ്ടിട്ടുമില്ല, ബില്ലിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല എന്നായി. മസ്ക് പിന്നെ കത്തിക്കേരി. മസ്ക് പറയുന്നത് ഞാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവാണ്, മറ്റേ ഡെമോക്രാറ്റ്സും വേണ്ട റിപ്പബ്ലിക്കും വേണ്ട, ഞാനൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഇട്ടു. ഏറ്റവും വലിയൊരു ബോംബ് ഇട്ടത് ഇലോൺ മസ്ക് പറയാണ് ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീൻ ലിസ്റ്റിൽ ഉണ്ട് എന്ന്. എപ്സ്റ്റീൻ ലിസ്റ്റ് എന്താണെന്ന് അറിയാലോ? അമ്മാതിരി അക്യൂസേഷൻ. പ്രസിഡന്റിനാണ് പറയുന്നതും കൂടെ ആലോചിക്കണം. പോക ആകെ. ഇതൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ അദാനിയും നമ്മുടെ മോദിയും കൂടി അടിച്ച് പിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് ഇവർ എക്സിൽ ഓരോ പോസ്റ്റ് ഇട്ട് അങ്ങടും ഇങ്ങടും ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.